എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BS നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ വെരിഫിക്കേഷൻ ഡേറ്റ ഇന്നലെ പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ പബ്ലിഷ് ചെയ്തില്ല. ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. LBSൽ കറക്ഷൻസ് വന്നിട്ടുള്ളവർ കറക്ഷൻസ് തിരുത്താൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് റീഅപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആണോ, ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു, റിമാർക്സും മറ്റ് തെറ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇൻ കേസ് ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആയ കുട്ടികളുടെ എന്താണ് റിജക്ഷൻ ആകാനുള്ള കാരണം എന്ന് റിമാർക്സ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ റിമാർക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും റിമാർക്സ് ക്ലിയർ ചെയ്തിരിക്കണം. റിമാർക്സിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് റീഅപ്ലോഡ് ചെയ്യണം. റീഅപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നിരസിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി റിജക്ഷൻ ആകാനുള്ള കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ മിക്ക കുട്ടികളുടെയും വാലിഡിറ്റി കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൻ്റെ അകത്ത് ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയത്. അപ്പോൾ റിജക്റ്റ് വന്ന കുട്ടികളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്താണോ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അതവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് സർട്ടിഫിക്കറ്റ്സ് റീഅപ്ലോഡ് ചെയ്യുക. തെറ്റുകൾ തിരുത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴായിട്ട് അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് തെറ്റുകൾ തിരുത്തുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ വാലിഡിറ്റി മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സ്വയം അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ഫോണിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ പോയിട്ടോ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അതാകുമ്പോൾ നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവും. അപ്പോൾ റിമാർക്സ് എന്താണെന്ന് മനസ്സിലാക്കി റിമാർക്സിന് അനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് പുതിയതായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്ത് അത് റീഅപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇനി ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ തരത്തില്ല. ഇത് ലാസ്റ്റ് ടൈമാണ്. സോ നിങ്ങൾ കറക്റ്റായിട്ട് കെയർഫുള്ളായിട്ട് ഈ കാര്യം ചെയ്യുക. പിന്നെ പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ് ന്യൂ റിസർവേഷൻസ് ഈ ടൈം പീരീഡിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ടുള്ള റിസർവേഷൻസ് ഒന്നും ഈ ടൈമിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓൾറെഡി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിലോ ഡേറ്റയിലോ എന്തെങ്കിലും റിമാർക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള സമയമാണിത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് LBSനെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെ ഒരു ഡൗട്ടാണ് NCL സർട്ടിഫിക്കറ്റിനെ കുറിച്ച്. OBC വിഭാഗത്തിലുള്ള കുട്ടികൾ NCL സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിക്കവാറും കുട്ടികൾ നീറ്റിന് സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നായിരിക്കും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഉള്ളവരുടെ ഈ സർട്ടിഫിക്കറ്റൊക്കെ റിജക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു പല കുട്ടികളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന രീതിയിലുള്ള NCL സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ട് അത് റീഅപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പിന്നെ പല കുട്ടികളുടെ ഒരു ഡൗട്ടാണ് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന്. കേരള സിലബസ് +2 2025 കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ മാർക്കുകൾ ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ഹാൾ ടിക്കറ്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് ആഡ് ആകുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അത് അപ്ഡേറ്റ് ആകുന്നതാണ്. സോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ LBSമായി കോൺടാക്റ്റ് ചെയ്ത് അത് ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ജൂലൈ 4 വരെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കറക്ഷൻ ഡേറ്റ് തന്നിരിക്കുന്നത്. ഇതിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഏകദേശം 12-ാം തീയതിയോടുകൂടി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ടായിരിക്കും. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇന്ന് രാത്രി 8 മണിക്ക് ശേഷമാണ് വെരിഫിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. റിജക്ഷൻ വന്നിട്ടുള്ള കുട്ടികൾ എന്താണോ റിമാർക്സ് തന്നിട്ടുള്ളത് അത് കറക്റ്റായിട്ട് അതിൻ്റെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് റീഅപ്ലോഡ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ റീഅപ്ലോഡ് ചെയ്ത് മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം ഇനി നിങ്ങൾക്കൊരു ടൈം പീരീഡ് കിട്ടുന്നതല്ല.
സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്